എന്നാൽ വല്ലാത്തൊരവസ്ഥയാണ്. ഒരു സ്വഹാബിയെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം, ഹാദല്ലദീ തഹറക ലഹുൽ അർശു വഫുതിഹത് ലഹു അബ്വാബുസ് സമാ. ഇദ്ദേഹം മരണപ്പെട്ടപ്പോൾ അർശ് ഒന്ന് കുലുങ്ങി, ആകാശത്തിന്റെ വാതിലുകളെല്ലാം തുറക്കപ്പെട്ടു. മാത്രവുമല്ല വശഹിദഹു 70,000 മിനൽ മലായിക, 70,000 മലക്കുകൾ അദ്ദേഹത്തിന്റെ മരണസമയത്ത് മലക്കുൽ മൗത്തിന്റെ കൂടെ ഹാജരായി. അങ്ങനത്തെ മരണം കിട്ടിയ ആളാണ് ആര്? സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു. അള്ളാഹു അത്രയേറെ അദ്ദേഹത്തെ ബഹുമാനിച്ചിട്ടുണ്ട്. വലിയ കറാമത്തുകൾ ഉണ്ടായിരുന്ന ആളാണ് സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു. അദ്ദേഹം മരണപ്പെട്ടത് എന്നിട്ട് നബി പറയാണ്, ലഖദ് ലമ്മ ലമ്മതൻ സുമ്മ ഫറജ അൻഹു. പക്ഷേ സഅദിനും ഖബറിന്ന് രക്ഷപ്പെടാൻ പറ്റിയിട്ടില്ല. അങ്ങനെയൊക്കെ ഭാഗ്യമുണ്ടായ സഅദ് റളിയല്ലാഹു അൻഹു ലമ്മ ലമ്മതൻ, ഖബറൊന്ന് കൂട്ടിപ്പിടിച്ചു. മരണവേദന എല്ലാവരും അനുഭവിക്കണം, പ്രസവവേദന സ്ത്രീകൾ അനുഭവിക്കണം എന്നതുപോലെ അതൊന്നും രക്ഷപ്പെടാൻ പറ്റൂല. അതേപോലെ ഖബർ കുടുങ്ങിയിട്ടുള്ള ഒരു അനുഭവമുണ്ട്, അതിൽ നിന്ന് രക്ഷപ്പെടാൻ പ്രവാചകന്മാർക്ക് പോലും സാധ്യമല്ല. അതാണ് സഅദിന്റെ കഥ പറഞ്ഞത്. സഅദ് റളിയല്ലാഹു അൻഹു അതിലൊന്ന് കുടുങ്ങി. പിന്നെ ഈമാൻ ഉണ്ടോ? സുമ്മ ഫറജ അൻഹു, അതിൽ നിന്ന് അദ്ദേഹം രക്ഷപ്പെടുകയും അള്ളാഹു അദ്ദേഹത്തെ അകറ്റുകയും ചെയ്തു. എന്നിട്ട് നബി ഒരു പ്രസ്താവന ഇറക്കി. എന്താ? ലൗ നജാ അഹദും മിൻ ലമ്മത്തിൽ ഖബരി ലനജാ സഅദ് ബിൻ മുആദ്. ആരെങ്കിലും ഖബറിന്റെ കുടുസതയിൽ നിന്ന് രക്ഷപ്പെടുകയാണെങ്കിൽ സഅദ് ബിൻ മുആദ് രക്ഷപ്പെടേണ്ടിയിരുന്നു. ഖബറിന്റെ കുടുസത്തെ ആ പിടുത്തണ്ടല്ലോ, ഒരാളും രക്ഷ, അത് ശരിക്കും അനുഭവിക്കും, വിശ്വാസികൾ പോലും അനുഭവിക്കും. പിന്നെ അല്ലാഹു എന്ത് ചെയ്യും? സത്യവിശ്വാസികൾ അതിൽ നിന്ന് ആശ്വാസം നൽകി രക്ഷപ്പെടുത്തും. ഒരിക്കൽ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, അദ്ദേഹം ഏത് ഖബറിന്റെ അടുത്ത് നിന്നാലും കരഞ്ഞു പോകും. ഇതൊക്കെ ആലോചിച്ചിട്ട് കാരണമുണ്ട്. അസ്മാ റളിയല്ലാഹു അൻഹ ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം, ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബറിനെ കുറിച്ച് ഒരു ഖുത്ബ നടത്തി. എന്താണ് ഖബർ, അതിന്റെ ശിക്ഷ, അതിന്റെ അനുഭവങ്ങൾ, ചില കാര്യങ്ങളൊക്കെ വിശദീകരിച്ചു. പ്രവാചകൻ ഖബർ നേരിൽ കണ്ട ആളാണ്. ഖബറിലെ ശിക്ഷയൊക്കെ നേരിൽ കാണാൻ മിഅ്റാജിന്റെ രാവിൽ പടച്ച തമ്പുരാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവസരം ഉണ്ടായി കൊടുത്തിട്ടുണ്ട്. ഖിയാമത്ത് നാൾ വരെ മുസ്ലിങ്ങളും അല്ലാത്തവരും ഒക്കെ ശിക്ഷ അനുഭവിക്കുന്നുണ്ടെന്ന് നബി പറഞ്ഞു. മുസ്ലിങ്ങൾ ശിക്ഷ അനുഭവിക്കുന്നുണ്ട്. എന്തിന്റെ പേരിൽ? അവർ മുസ്ലിമാണ്, പക്ഷെ തെറ്റും ചെയ്യുന്നുണ്ട്, ഹറാമ് ചെയ്യുന്നുണ്ട്. അങ്ങനെ അവരുടെ വ്യഭിചാരത്തിന്റെയും പലിശയുടെയും തോന്നിവാസങ്ങളുടെയും അധർമ്മങ്ങളുടെയും കളവിന്റെയും പരദൂഷണത്തിന്റെയും ദുസ്വഭാവങ്ങളുടെയും പേരിൽ അവർ അനുഭവിക്കുന്ന ശിക്ഷയൊക്കെ നബി കണ്ടു. നബി അതിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഒരു ഖുത്ബയിൽ പറഞ്ഞു. എന്നിട്ട് എന്താ ഉണ്ടായതെന്ന് അറിയോ? എല്ലാവരും കരയാ, എല്ലാവരും, ഒരാളും കരയാത്തില്ല. ഹൃദയം ഇങ്ങനെ പിടച്ചിട്ട് പുറത്തേക്ക് കേൾക്കാ കരച്ചിൽ, പെണ്ണുങ്ങളെ ഭാഗത്തേക്കൊക്കെ ആണുങ്ങൾ കരയുന്നു. ജുമുഅ കഴിഞ്ഞിട്ട് ആരും വീട്ടിൽ പോണില്ല. എന്താ? ആ അനുഭവമാണ് അവിടെ ഉള്ളതെന്ന് അർത്ഥം. മരിച്ചു കഴിഞ്ഞാൽ ഖബറിലുള്ള അനുഭവം അതാണ്. സത്യവിശ്വാസികളാണെങ്കിൽ അവർക്ക് അവർ ചെയ്ത വിശ്വാസത്തിന് നേട്ടമുണ്ടാവുമെങ്കിലും തിന്മയ്ക്ക് ശിക്ഷ ഉണ്ടാവും. മനസ്സിലായില്ലേ? പാപങ്ങൾ പൊറുക്കപ്പെട്ടിട്ടുണ്ട്. എത്ര പാപങ്ങൾ ചെയ്യുന്നു? കുറെ നിസ്കാരങ്ങൾ ഒഴിവാക്കി, നുണ പറഞ്ഞു, ചിലർ പലിശയും വ്യഭിചാരം, കണ്ണുകൊണ്ട് വ്യഭിചാരം, കാതുകൊണ്ട് വ്യഭിചാരം, ചിലർ വ്യഭിചാരം സാക്ഷാത്കരിക്കുന്നു. മുസ്ലിങ്ങൾ തന്നെ, മുവഹിദുകൾ തന്നെ കച്ചവടത്തിൽ കൃത്രിമം കാണിക്കുന്നു, വാപ്പാനെ ചീത്ത പറയുന്നു, മക്കളോട് അനീതി പുലർത്തുന്നു, അയൽവാസികളെ വിഷമിപ്പിക്കുന്നു. അങ്ങനെയുള്ള നമ്മുടെ തെറ്റുകൾ എണ്ണിയാൽ എങ്ങനെ ഉണ്ടാവും? ഒരുപാടുണ്ട്. അതൊക്കെ എല്ലാവർക്കും വരൂല എന്ന് പറഞ്ഞിരുന്നാൽ ഇത് മാപ്പായി കിട്ടുമെന്ന് വിചാരിക്കണ്ട. കുറെ തെറ്റുകളൊക്കെ നമ്മൾ നിസ്കരിച്ചാൽ തന്നെ അസ്സലവാത്തുൽ ഖംസ് മുക്കഫിറാത്തുൽ ലിമാ ബൈനഹുന്ന, കുറെയൊക്കെ നിസ്കാരം കൊണ്ട് തന്നെ പഠിച്ചോ വായിച്ചു തരും. അതുകൊണ്ട് നമ്മളെ തെറ്റ് തീരുമോ? പിന്നെ ഉണ്ടാവും നമ്മൾ കുറെ തെറ്റ്, കാണാൻ പാടില്ലാത്തത് കണ്ടതും, കേൾക്കാൻ പാടില്ലാത്തത് കേട്ടതും, പറയാൻ പാടില്ലാത്തത് പറഞ്ഞതും, ചെയ്യാൻ പാടില്ലാത്തത് ചെയ്തതൊക്കെ പിന്നെ ഉണ്ടാവും. പിന്നെ കുറെ ജുമുഅക്ക് പങ്കെടുത്താൽ നിൽക്കും. അൽ ജുമുഅത്തു ഇലൽ ജുമുഅ. ഒരു ജുമുഅ മുതൽ മറ്റൊരു ജുമുഅ വരെയുള്ള തെറ്റുകൾ കുറെ ജുമുഅ ഉണ്ട്. എല്ലൊന്നും മാഞ്ഞു വരെ, കുറെയൊക്കെ മാഞ്ഞു പോകും. വലിയ പാപങ്ങളില്ലെങ്കിലാ ഇത് തന്നെ ഈ മാഞ്ഞു പോലെ. പിന്നെ കുറെ ആൾക്കാർ റമദാനിലാ റമദാൻ നോമ്പ് നോറ്റാൽ കുറെ പാപങ്ങളൊക്കെ മാഞ്ഞു പോകും. അതേപോലെ സക്കാത്ത് കൊടുക്കുമ്പോൾ, നല്ലത് ചെയ്യുമ്പോൾ, പള്ളിയിൽ വന്നിരിക്കുമ്പോൾ, ഖുർആൻ ഓതുമ്പോൾ, ദിക്ർ ചൊല്ലുമ്പോൾ, പ്രാർത്ഥിക്കുമ്പോൾ, ഇസ്തിഗ്ഫാർ ചെയ്യുമ്പോൾ, അങ്ങനെയൊക്കെ നമ്മൾ കുറെ പാപങ്ങൾ പോകും. എന്നാലും കുറെ പാപങ്ങൾ ബാക്കിയുണ്ടാകും. ആ എത്ര പാപങ്ങളാണോ ബാക്കിയുള്ളത് അതിനെല്ലാം ഖബറിൽ ശിക്ഷയുണ്ട്, മഹ്ശറിൽ ശിക്ഷയുണ്ട്, വിചാരണയുടെ സമയത്ത് ശിക്ഷയുണ്ട്, കർമ്മങ്ങൾ തൂക്കുന്നിടത്ത് ശിക്ഷയുണ്ട്, നരകത്തിലെത്തിയതിനു ശേഷം ശിക്ഷയുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള വിവിധങ്ങളായ ശിക്ഷകളെ കുറിച്ച് പഠിപ്പിക്കപ്പെട്ടു. അതാണ് പല ഘട്ടങ്ങളായിട്ടാണ് പരലോക ശിക്ഷ. അപ്പൊ നമ്മൾ ചിന്തിക്കേണ്ട ഇടക്കൊക്കെ പാപങ്ങളെ പറ്റി ഒന്ന് ആലോചിക്കണ്ടേ? 2 കണ്ണുകൾ ഒരിക്കലും നരകത്തിൽ പോവില്ല. ഐനാനി ലാ യദ്ഖുലാനി ഫിന്നാർ, 2 കണ്ണുകൾ ഒരിക്കലും നരകത്തിൽ പ്രവേശിക്കില്ല. ഐനുൻ ഗല്ല,
അനിൽ മഹാരിം, ഹറാമുകളിൽ നിന്ന് ചിമ്മിക്കളഞ്ഞ കണ്ണ്. ഹറാമ് വരുമ്പോൾ അങ്ങോട്ട് നോക്കൂല. അവര് ഒരിക്കലും നരകത്ത് പോകില്ല. ആ കണ്ണിന്റെ ഉടമസ്ഥ. ആ കണ്ണുകൊണ്ടേ പടച്ചോനെ കാണാൻ പറ്റുള്ളൂ. രണ്ടാമതൊരു കണ്ണുണ്ട്, ഐനുൻ ബക്കത്തു മിൻ ഖശിയത്തില്ലാ, അള്ളാഹുവിനെ പേടിച്ചുകൊണ്ട് കരയുന്ന കണ്ണ്. നമ്മളെന്തിനാ അള്ളാഹിനെ പേടിക്കണം? നമ്മൾ മുജാഹിദീങ്ങളാണ്, മുവഹിദീങ്ങളാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് ആൾക്കാരാണ്. തൗഹീദ് കൊണ്ട് തന്നെയാണ് കയറിപ്പോകുന്ന വിചാരം. അവരോടാ നബി പറഞ്ഞത്, ലാ ഫീ കബീർ, വലിയ കുറ്റത്തിന് അല്ല ഖബറിലെ ശിക്ഷ, ബൽ ഫീ സഗീർ, ചെറിയ കുറ്റങ്ങൾക്ക് തന്നെ. ശരിക്കും സൂക്ഷിച്ചോളി. അപ്പൊ ഇടക്ക് ചിന്തിക്കണം, ചെറിയ കുറ്റവും ബാക്കിയുണ്ടാവരുത്. ചെറിയ കുറ്റം ബാക്കിയുണ്ട്, വെറുതെ തിന്മയുടെ ഒരു പൊട്ടു ബാക്കിയുണ്ടാകാൻ പാടില്ല. നോമ്പ് കൊണ്ട് മായിച്ചു, നിസ്കാരം കൊണ്ട് മായിച്ചു, ജുമുഅ കൊണ്ട് മായിച്ചു, സൽക്കർമ്മങ്ങൾ കൊണ്ട് മായിച്ചു. അങ്ങനെ നമ്മുടെ കർമ്മങ്ങളൊക്കെ കുറെ മായിച്ച് ഹൃദയം ശുദ്ധീകരിച്ച് പിന്നെയും ബാക്കി വന്നിട്ട് ഒരു പൊട്ടുപൊടി ബാക്കിയുണ്ടെങ്കിൽ സ്വർഗത്ത് പോകാൻ പറ്റൂല. ശിക്ഷ വാങ്ങിയിട്ട് തന്നെ പോകാൻ പറ്റുള്ളൂ. ഒരു സംശയവും അക്കാര്യത്തിൽ വേണ്ട. അതുകൊണ്ട് അവസാനത്തെ പാപവും മരിക്കുന്നതിന് പൊറുക്കപ്പെടണം. അതിന് അള്ളാഹ് അവസരം ഇഷ്ടം പോലെ തന്നിട്ടുണ്ട്. അതിൽ ഏറ്റവും നിർണായകമായ അവസരം റമദാൻ. അതിൽ തന്നെ ഏറ്റവും നിർണായകമാണ് അവസാനത്തെ 10. അതിൽ തന്നെ ഏറ്റവും നിർണായകമാണ് ഒറ്റയിട്ട രാവുകൾ. അതിൽ തന്നെ ഏറ്റവും നിർണായകമാണ് ലൈലത്തുൽ ഖദർ വന്നിറങ്ങുന്ന രാവ്. അതിൽ തന്നെ ഏറ്റവും നിർണായകമാണ് ആ രാവിന്റെ അവസാനത്തെ 1/3. നോമ്പിന് അത്താഴം കഴിക്കണം. ബറക്കത്തുണ്ട് അത്താഴത്തിൽ, അല്ലേ? ഒരു ഭക്ഷണവും വേണ്ടാന്ന് ഒരു ഗ്ലാസ് വെള്ളമെങ്കിലും കുടിക്കണം. ഹസവാത്തി മിനൽ മാ, നബിക്ക് ഒന്നും വേണ്ടാന്ന് നബി കുറച്ച് വെള്ളമെങ്കിലും കുടിക്കും. ഏറ്റവും നല്ല അത്താഴം ഈത്തപ്പഴമാണെന്ന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഒരു ഈത്തപ്പഴമെങ്കിലും കഴിക്കണം. എന്തിനാ? അത്താഴത്തിന്റെ ബറക്കത്ത് കിട്ടാൻ. കാരണം ജൂത ക്രിസ്ത്യാനികളൊന്നും അത്താഴം ഇല്ലാത്ത ആൾക്കാരാണ്. അത്താഴം എന്ന് പറഞ്ഞാൽ ഭക്ഷണം കഴിക്കൽ മാത്രമല്ല, അതൊരു സമയമാണ്. ആ സമയത്തിനൊരു പ്രത്യേകത ഉണ്ട്. എന്താ? ഈ ദുനിയാവിൽ 24 മണിക്കൂറിനടക്ക് മറ്റൊരു സമയത്തിനുമില്ലാത്ത പ്രത്യേകത അത്താഴ സമയത്തിനുണ്ട്. ആ സമയത്താണ് പരമാധികാരിയായ പടച്ചതമ്പുരാൻ 1-ാം ആകാശത്തേക്ക് ഇറങ്ങി വരുന്നത്. ഇറങ്ങി വന്നിട്ട് റബ്ബ് ചോദിക്കും, മൻ യദ്ഊനി, എന്നെ വിളിച്ചു പ്രാർത്ഥിക്കാൻ ആരുണ്ട്? അസ്തജീബുല, ഞാൻ അവന് ഉത്തരം കൊടുക്കാം. വമൻ യഗ്ഫിറുനി, വമൻ യസ്തഗ്ഫിറുനി, എന്നോട് ഇസ്തിഗ്ഫാർ ചെയ്യാൻ, പാപമോചനം തേടാൻ ആരുണ്ട്? ഫഅഗ്ഫിറുഹു, അവന് ഞാൻ മാപ്പ് നൽകാം. അല്ലാഹ് വന്ന് ചോദിക്കുന്ന സമയം അത്താഴം. അതുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞത്, വബിൽ അസ്ഹാരിഹും യസ്തഗ്ഫിറൂൻ, അത്താഴത്തിന്റെ സമയത്ത് ഇസ്തിഗ്ഫാർ നടത്തുന്നവരാണവർ. സാധാരണ കുറഞ്ഞ ആളുകളെ മാറ്റി നിർത്തിയാൽ ഈ അത്താഴ നേരത്തെ എണീക്കുന്ന സമ്പ്രദായം നമുക്കില്ല. കുറച്ചാളുകൾ അത് ശീലിച്ചു പോകുന്നവരുണ്ട്. അതിനെക്കുറിച്ച് ഗൗരവം അറിയാവുന്നതുകൊണ്ട് സുബഹിന്റെ മുമ്പ് എണീറ്റിട്ട്, ചിലർ സുബഹി വാങ്ങ് കൊടുത്തിട്ട് ഇഖാമത്തിന് മുമ്പ് എണീക്കണ ശീലമുള്ളത്. ഏത് ദിവസവും ഉണ്ട് പടച്ചോൻ ആകാശത്ത് നിന്ന് 1-ാം ആകാശത്തേക്ക് ഇറങ്ങി വരൽ, അള്ളാഹു ഉപരിലോകത്തിനപ്പുറത്ത് നിന്ന്. ഇനിയോ അങ്ങനെ ആ സമയത്ത് എന്നോട് പ്രാർത്ഥിക്കാൻ ആരുണ്ടെന്ന് ചോദിക്കുമ്പോൾ ഞാനുണ്ട്. എന്നോട് പാപങ്ങൾ ഏറ്റുപറഞ്ഞ് തൗബ ചെയ്യാൻ ആരുണ്ടെന്ന് ചോദിക്കുമ്പോൾ ഞാനുണ്ടെന്ന് പറഞ്ഞ് മുഅ്മിനുകൾ, മുത്തഖികൾ വബിൽ അസ്ഹാരിഹും യസ്തഗ്ഫിറൂൻ, സഹറിന്റെ സമയത്ത് അവർ ഇസ്തിഗ്ഫാർ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സാധാരണ അത്താഴത്തിന്റെ നേരത്തെ എണീക്കണ പരിപാടി ഇല്ലാത്തവർക്കൊന്നും റമദാനിലാ പണി ഉണ്ടല്ലോ. എന്നിട്ട് ഒരു അസ്തഗ്ഫിറുല്ലാഹ് നമ്മൾ പറഞ്ഞു. ഇപ്പൊ ഒരു 10-21 കഴിഞ്ഞില്ല അത്താഴം. ഒരസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറഞ്ഞു. പടച്ചോനെ എനിക്ക് സ്വർഗം തരണേ, എനിക്ക് നരകം തരണേ. ഈ അത്താഴത്തിന്റെ നേരത്തെ എണീറ്റിരുന്നിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നെഞ്ചോട് കൈ ചേർത്ത് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, ശഹാദത്ത് കലിമ ചൊല്ലുക, വഅശ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ്. ലോകത്ത് ഏറ്റവും കൂടുതൽ മരണം നടക്കുന്ന ഒരു സമയമാണ് ഈ സമയം. അള്ളാഹ് ഇറങ്ങി വരുന്ന സമയത്ത് ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ അള്ളാഹ് മരിപ്പിക്കും. അള്ളാഹിനെ ഏൽപ്പിച്ചിട്ട് കിടന്നാൽ നമുക്ക് ഇവിടെ എണീക്കാൻ പറ്റും. എന്നിട്ടോ അവിടെ അള്ളാഹു അല്ലാതെ ആരാധനില്ല. എന്നിട്ട് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, മുഹമ്മദ് അള്ളാന്റെ ദൂതനാണെന്ന്, അടിമയാണ്, ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. വ അന്ന ഈസാ അബ്ദുല്ലാഹി വറസൂലുഹു വകലിമത്തുൻ മിൻഹു അൽഖാഹാ ഇലാ മറിയം വറൂഹും മിൻഹു. അതേപോലെ ഈസാ നബി അള്ളാഹുവിന്റെ പുത്രനല്ല, മറിച്ച് സൃഷ്ടിയാണ്, അടിമയാണ്, അതോടൊപ്പം പ്രവാചകനാണ്. അള്ളാഹുവിൽ നിന്ന് മറിയമിലേക്ക് നിക്ഷേപിക്കപ്പെട്ട അള്ളാഹുവിന്റെ കലിമത്താണ്, അതേപോലെ റൂഹാണ് എന്നിങ്ങനെ ഈസാ അലൈഹിസ്സലാമിനെ പറ്റി ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നു. എന്നിട്ട് പറയുന്നു, വസ്സാഅത ഹഖ്ഖുൻ, ലോകാവസാനം സത്യമാണെന്ന് ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നു. വൽ ബഅസ ഹഖ്ഖുൻ, ഉയർത്തെഴുന്നേൽപ്പ് സത്യമാണെന്ന് ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നു. വൽ ഹിസാബ ഹഖ്ഖുൻ, വിചാരണ സത്യമാണെന്ന് ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നു. വൽ ജന്നത ഹഖ്ഖുൻ വന്നാറ ഹഖ്ഖുൻ,
സ്വർഗം സത്യമാണ്, നരകം സത്യമാണ് എന്ന് ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നു. ഇതൊക്കെ നബി പറയുന്ന സമയമാണ് രാത്രിയുടെ അവസാനത്തെ മൂന്നിലൊന്ന്. നമ്മൾ ഒരു ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയോ, ഒരസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറഞ്ഞോ? ഒരാൾ രാവിലെ 3 വട്ടം പടച്ചോനെ എനിക്ക് സ്വർഗം തരണേന്ന് പറഞ്ഞാൽ മുഅ്മിനാണ് ആ പറയുന്നെങ്കിൽ ഒന്ന് സ്വർഗം കിട്ടുന്ന. സ്വർഗം അവന് വേണ്ടി ശുപാർശ പറയും, റബ്ബേ ഇവനെ നീ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കണമേ. നരകത്തിൽ നിന്ന് രക്ഷിക്കണേ എന്ന് പറഞ്ഞാൽ നരകം പറയും, പടച്ചോനെ ഇവനെ എന്നിൽ നിന്ന് നീ രക്ഷിക്കണമേ. അതേപോലെ വൈകുന്നേരം 3 പ്രാവശ്യം സ്വർഗം വൈകുന്നേരം 3 പ്രാവശ്യം നരകമോചനം ചോദിക്കൽ. അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ജന്ന വ അഊദു ബിക മിനന്നാർ. അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ജന്ന, പടച്ചോനെ ഞാൻ സ്വർഗം ചോദിക്കുന്നു, വ അഊദു ബിക മിനന്നാർ, നിന്നോട് ഞാൻ നരകമോചനം ചോദിക്കുന്നു. അവസാനത്തെ 10-ലല്ല, എല്ലാ ദിവസവും നമ്മൾ ഒരു വട്ടം ചോദിച്ച പടച്ചോനെ എനിക്ക് സ്വർഗം തരണേ. നമ്മളെ മനസ്സിൽ മുഴുവൻ ദുനിയാവല്ലേ. ദുനിയാവിന്റെ ഒരു കാര്യം കഴിഞ്ഞാൽ ദുനിയാവിന്റെ അടുത്ത കാര്യം, അത് കഴിഞ്ഞാൽ ദുനിയാവിന്റെ വേറൊരു കാര്യം. ദീനിന്റെ കാര്യം അവിടെ പിന്നെയുള്ളത് റമദാൻ മാസം. ഇപ്പോൾ സമാധാനമുണ്ട്, 2-3 മണിക്കൂർ ഇവിടെ വന്നിരുന്നു, ഒഴിഞ്ഞിരുന്നാണ് ദീനിന് വേണ്ടി, ദുനിയാവിന് വേണ്ടി ഒന്നും എല്ലാവരും ഇവിടെ വന്നത്. രാത്രി തറാവീഹിന് വേണ്ടി കുറച്ചു നേരം ഒഴിഞ്ഞിരിക്കും. അങ്ങനെ ഒഴിഞ്ഞിരിക്കണം. അങ്ങനെ ഇബാദത്തിന് വേണ്ടി ഇടയ്ക്ക് ഒഴിഞ്ഞിരിക്കാനും മാറി നിൽക്കാനും ദുനിയാവിന്റെ കാര്യങ്ങൾക്കിടയിൽ ദീനിനു വേണ്ടി സമയം നിശ്ചയിക്കാൻ ഒരാൾക്ക് സാധിച്ചാൽ ഹറാമിൽ നിന്ന് അവന് മാറി നിൽക്കാൻ പറ്റും. ചിലരിപ്പം വിചാരിക്കുന്നുണ്ടാവും കുറെയൊക്കെ വേണ്ടാത്ത കാര്യങ്ങളുടെ അടുത്തുണ്ട്, ശരിയല്ല എന്നൊക്കെ എനിക്കറിയാം, തോന്നിയാസാണ്, എന്നാലും അങ്ങനത്തെ ഗുരുതരൊന്നും അല്ലാത്തതുകൊണ്ട് ഞാനത് ഒഴിവാക്കലൊന്നുമില്ല, അങ്ങനെ തുടർന്ന് പോരും. അങ്ങനെ കുറെ മ്യൂസിക്കിന്റെയും ഡാൻസിന്റെയും ലഹരിന്റെ ഒക്കെ ആൾക്കാർ നമ്മളെ കൂട്ടത്തിലുണ്ട്. എങ്ങനെ ഇത് ഒഴിവാക്കാനായിട്ട് കഴിയുന്നില്ല. അത് ഒഴിവാക്കണമെങ്കിൽ തഫറുഹ് വേണം. ഇയ്യാക വശഹവാത്ത്, ശഹവത്തുകളെ സൂക്ഷിക്കുക. ഫഇന്ന ശഹവാത്തി തംനഉ തഫറുഹ ലി ഇബാദത്തില്ല. അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ ഒഴിഞ്ഞിരിക്കുന്നതിനെ തടയുന്ന വികാരമാണ് ദേഹേച്ഛകൾ. ഇടക്കിടക്ക് അള്ളാനെ മാത്രം ചിന്തിക്കാനും കുറ്റങ്ങൾ ഏറ്റുപറയാനും അതിന് ഏറ്റവും നല്ല സമയം സുബഹിന് മുമ്പുള്ള സമയം. അങ്ങനെ ഇരുന്നാൽ തന്നെ എല്ലാ മ്യൂസിക്കും ഒഴിവാക്കാൻ പറ്റും, എല്ലാ ഹറാമും ഒഴിവാക്കാൻ പറ്റും. എന്നെ കൊണ്ട് ഒഴിവാക്കാൻ പറ്റുന്നില്ല നിങ്ങൾ പറഞ്ഞ എല്ലാ സംഗതി ഒഴിവാക്കാൻ പറ്റും. സുബഹിന്റെ മുമ്പ് ഒന്ന് എണീറ്റിട്ട് പടച്ചോനെന്ന് വിളിച്ചാൽ മതി. പടച്ചോൻ വിളിയേക്കാൻ കാത്തുക്കടുത്ത്, ഇത്രയും അടുത്ത് നിൽക്കുന്ന നേരത്ത് അത്താഴത്തിന് എണീറ്റിട്ട് ഇനിയിപ്പോ സുബഹിക്ക് ഇഖാമത്ത് കൊടുക്കാൻ 10 മിനിറ്റോ 20 മിനിറ്റോ ഉണ്ടെങ്കിൽ അവിടെ കിടന്നുറങ്ങാം. നോക്കണേ, പടച്ചോൻ ചോദിക്കുക ആരാ എന്നോട് മാപ്പ് ചോദിക്കാൻ? അതിനൊക്കെ വേറെ ആരെങ്കിലും ഉണ്ടാവും, ഞാൻ കിടന്നുറങ്ങാണ്. മനസ്സിലായില്ലേ? എന്നിട്ട് ജമാഅത്ത് പോയി, അതാണ് പോട്ടെ, ഞാൻ നല്ല തറാവീഹ് സ്കരിച്ചില്ലേ സുബഹിന്റെ ജമാഅത്ത്, അത് പോട്ടെ. ഇത്രയേ ഉള്ളൂ നമ്മുടെ കഥ. പറ്റില്ല. ഇനിയില്ല ഈ കുറച്ച് ദിവസം ഉണ്ടല്ലോ, എന്തെങ്കിലും നഷ്ടം പറ്റി എന്താ നമ്മളെ അടുത്ത് കൂടുതലും ചിന്തിക്കണം. ഞാൻ എണ്ണി നോക്കിയ കാര്യങ്ങളൊക്കെ റമദാൻ അല്ലാത്ത കാലത്തുള്ളതാണ്, ഉണ്ടാകേണ്ടതാണ്. റമദാനിൽ പ്രത്യേകം എന്ന് പറയാൻ എന്തുണ്ടായി? എന്തെങ്കിലും ഉണ്ടാകണ്ടേ? അതൊന്ന് ചിന്തിച്ചിട്ട് എന്തെങ്കിലും വീഴ്ച ഉണ്ടെങ്കിൽ അത് ഉണ്ടാകണമെങ്കിൽ ഇതാ അങ്ങനെ നരകണ്ടെന്നും അതാണ് സത്യമെന്നും അതിൽ നിന്ന് രക്ഷപ്പെടണം എന്നുള്ളൊരു ബോധമുള്ളവനാണ് ഇസ്തിഗ്ഫാർ നടത്താൻ തോന്നുക. എല്ലാ രാത്രിയും അള്ളാഹുവിന്റെ മലക്കുകൾ 1-ാം ആകാശത്ത് വന്ന് പ്രഖ്യാപിക്കും. എന്താ പ്രഖ്യാപിക്കുക? റമദാൻ മാസത്തിൽ മാത്രം എല്ലാ രാത്രിയും 1-ാമത്തെ ദിവസം മുതൽ അവസാനത്തെ ദിവസം വരെ പ്രഖ്യാപിക്കും. എന്താ പ്രഖ്യാപനം? യാ ബാഗിയൽ ഖൈരി അഖ്ബിൽ വയാ ബാഗിയ ശർരി അഖ്സിർ. നന്മ തേടുന്നവനെ മുന്നോട്ട് വരിക, നീ എന്ത് പുണ്യാച്ച ചെയ്തോ. ശർറിന്റെ പിന്നാലെ പോകുന്നവനെ നീ നിർത്തിവെക്കുക. കാരണം എന്താ? വലില്ലാഹി ഉത്തഖാഉ മിനന്നാർ. അള്ളാഹുവിന് നരകത്തിൽ നിന്ന് മോചനം കിട്ടുന്ന ചില ആളുകൾ ഇന്നുണ്ട്. ഇന്ന് കുറച്ച് ആൾക്കാർ അള്ളാഹു മോചിപ്പിക്കാൻ പോകും. എങ്ങനെ നോക്കിയിട്ടതാ ഇന്ന ആളുകൾ, ഇത്രയും ആളുകൾ എന്ത് ചെയ്യുന്നു, ഞാൻ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്നു. ആ പോയിന്റിൽ നമ്മൾ പെടണമെങ്കിൽ അങ്ങനെ ഒരു ബോധം വേണ്ടേ? ഒരൊറ്റ നോമ്പ്, അതിന് ലൈലത്തുൽ ഖദറൊന്നും വേണ്ട. എല്ലാ ദിവസവും അള്ളാഹു നൽകിയ ഓഫറാണ് റമദാനിൽ. റമദാനിലെ പ്രത്യേക ഓഫറാണ്. റമദാനിലെ എല്ലാ രാത്രിയും ഒരു സംഘം ആളുകളെ അള്ളാഹു നരകത്തിൽ നിന്ന് മോചിപ്പിക്കും. ആ കൂട്ടത്തിൽ ഞാനൊന്ന് പെട്ടിരുന്നെങ്കിൽ എന്ന് ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ചിന്തിക്കണം. അത് ചിന്തിക്കണമെങ്കിൽ നമ്മൾ എങ്ങോട്ടാ പോണത്? ഒന്നും അല്ലാത്തടത്തുനിന്ന് പുറപ്പെട്ടു, അള്ള നിശ്ചയിച്ചപ്പോൾ മരിച്ചു, അത് കഴിഞ്ഞപ്പോൾ ഖബറിലെത്തി. ഖബറാണെങ്കിൽ സത്യമാണ്. അവിടെയുള്ള ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുകയാണെങ്കിൽ സഅദ് ബിൻ മുആദ് രക്ഷപ്പെടേണ്ടിയിരുന്നു. ഇങ്ങനെ ഖബറിന്റെ ഗൗരവമേറിയ സംഗതികളെ കുറിച്ചൊക്കെ കേട്ടു. സ്വഹാബികളാകെ ബേജാറായി, ഖബർ കാണുമ്പം ബേജാറായി. ഉസ്മാൻ ബിൻ അഫ്ഫാൻ ഇങ്ങനെ ഖബറിന്റെ അടുത്ത് നിന്ന് കരയാണ്. അപ്പൊ ഒരാൾ പറഞ്ഞു, തദക്കറിൽ ജന്നത്ത വന്നാറ ഫലാ തബ്കി. ഇങ്ങനെ കരയില്ലേ, കുറെ നേരമായല്ലോ, നിങ്ങൾ സ്വർഗത്തെ പറ്റി ചിന്തിക്കും, നരകത്തെ പറ്റി ആലോചിച്ച് കണ്ണൊക്കെ ഒന്ന് തുടക്കുന്നതാണ്. അപ്പൊ ഉസ്മാൻ റളിയല്ലാഹു പറയാ, ഇന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, നബി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ കേട്ടിട്ടുണ്ട്. എന്താ? ഇന്നൽ ഖബറ അവ്വലു മൻസിലത്തിൻ മിൻ മനാസിലിൽ ആഖിറ. ഖബർ എന്ന് പറഞ്ഞാൽ പരലോകത്തിലെ മരണാനന്തരത്തിലെ ഭവനങ്ങളിൽപ്പെട്ട ഒരു ഭവനമാണ്. ഫഇൻ നജാ മിൻഹു ഫമാ ബഅദഹു ഐസറു മിൻ. അതിൽ നിന്ന് ആരെങ്കിലും രക്ഷപ്പെട്ടാൽ അതിനുശേഷമുള്ളത് അവന് എളുപ്പമാണ്. വഇല്ലം യൻജു, ഖബറിൽ ആര് രക്ഷപ്പെടുന്നില്ലയോ, ഫമാ ബഅദഹു അശദ്ദ മിൻഹു,
ഖബറിനേക്കാൾ കഠിനമാണ് അതിനുശേഷം ഉണ്ടാവുക. ഖാല, എന്നിട്ട് ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, വഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി ഇങ്ങനെ കൂടി പറഞ്ഞിട്ടുണ്ട്, മാ റഅയ്തു മൻലറൻ ഖത്തു ഇല്ലൽ ഖബറ അഫ്ളാ മിൻഹു. ഖബറിനേക്കാൾ നികൃഷ്ടമായ ഒരു രംഗവും ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. നബി ഖബർ കണ്ടിട്ടുണ്ട്, മേറാജ് രാവിൽ ഖബറിന്റെ ഉള്ളിലെ ശിക്ഷ കണ്ടിട്ടുണ്ട്. നബി പറയാണ്, ഇതിനേക്കാൾ ബീഭത്സമായ, വികൃതമായ, വൃത്തികെട്ട, ഭീകരമായ, വേദനിപ്പിക്കുന്ന ഒരു സംഗതി, അഫ്ളാ, ഏറ്റവും മോശമായ ഒരു സംഗതി ഞാൻ വേറെ കണ്ടിട്ടില്ല. ഇത് പറഞ്ഞുകൊണ്ടാണ് ഉസ്മാൻ റളിയല്ലാഹു അൻഹു കരയണം. നമ്മൾ എത്ര ഖബർ കുഴിച്ചു, നമ്മളെ ഖബറിൽ എത്ര ആളെ മറമാടി. ചിലപ്പോൾ നമ്മളെ ഖബർ കുഴിക്കാൻ പഠിച്ചോ നിശ്ചയിച്ച സ്ഥലത്തു കൂടെ നമ്മൾ എത്ര നടന്നു അല്ലേ? മറ്റവരെ മറമാടാൻ വേണ്ടി അങ്ങോട്ട് നടന്നു ഇങ്ങോട്ട്, നാളെ നമ്മളെ കൊണ്ടുപോയി മറമാടേണ്ട സ്ഥലമാണ്. എന്നിട്ട് ചിന്തിച്ചു, ഖബറിൽ എന്താ ഉള്ളത്? നിങ്ങൾ വിചാരിച്ചു നമുക്കൊന്നുമില്ല. മുവഹിദീങ്ങൾ തെറ്റ് ചെയ്താൽ ഖബറിൽ എന്താ ഉള്ളതെന്ന് ഞാൻ പറഞ്ഞുതരാം, കേട്ടോളൂ. ഒന്ന്, ഇദാ ഖുബ്ബിറ അഹദുഹും അതാഹു മലക്കാനി അസ്വദ്